ഒരു പറ്റം യുവാക്കളെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നടൻ ധനുഷ് സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ സിനിമയായ നിലവുക്ക് എന്മേൽ എന്നടി കോപം എന്ന സിനിമ 7 വർഷം മുന്നേ ധനുഷിനെ നായകനാക്കി സൗന്ദര്യ രജനികാന്ത് ഒരുക്കാനിരുന്ന ഒരു സിനിമയായിരുന്നു. പുതിയ താരനിരയുമായി ഈ സിനിമ വന്നപ്പോൾ കഥാപാത്രങ്ങളുടെ വയസ്സ് കാര്യമായി കുറഞ്ഞിരുന്നു. ഞാൻ ഈ വയസ്സിന്റെ കാര്യം ഈ സിനിമയുടെ കാര്യത്തിൽ എടുത്തു പറയാൻ കാരണം ജൻസി പിള്ളേരുടെ റിലേഷൻഷിപ്പ് പ്രശ്നങ്ങളെ വളരെ ക്യൂട്ടായും ഫണ്ണിയായും കാണുന്ന ഒരു മില്ലേനിയലിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഈ സിനിമ കഥ പറയുന്നത്. സ്ഥിരം ബ്രേക്കപ്പ്, പാച്ചപ്പ്, തേപ്പ് ഐറ്റംസ് ഉള്ള ഈ സിനിമയെ കൃത്യ ഇടവേളകളിൽ വരുന്ന ഹ്യൂമറാണ് രക്ഷിച്ചെടുക്കുന്നത്. പ്രഭു, നില എന്നീ രണ്ട് കഥാപാത്രങ്ങളുടെ ലവ് സ്റ്റോറിയാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. ഒരു മ്യൂച്വൽ ഫ്രണ്ടിന്റെ റിലേഷൻഷിപ്പ് ആനിവേഴ്സറി പാർട്ടിയിൽ വെച്ചാണ് ഇരുവരും കണ്ടുമുട്ടുന്നത്. ഷെഫാകാൻ പഠിക്കുന്ന പ്രഭു തന്റെ പാചകത്തിലൂടെ നിളയെ ഇംപ്രസ് ചെയ്യുന്നു. മിഡിൽ ക്ലാസ്സിൽ ജീവിക്കുന്ന പ്രഭുവിനെ നിളയുടെ അച്ഛൻ വളരെ ജഡ്ജ്മെന്റലായിട്ടാണ് നോക്കിക്കണ്ടത്. ആ ഒരു കഥാപാത്രത്തിന്റെ ഈ റിലേഷൻഷിപ്പിലുള്ള ഇൻവോൾവ്മെന്റും അത് കാരണം ആ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്ന കാര്യങ്ങളുമാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. തമിഴ് സിനിമകളുടെ സെൻസിബിലിറ്റിയുടെ പിച്ച് എപ്പോഴും വ്യത്യസ്തമാണ്. നമ്മുടെ ഇവിടെ നിന്ന് റീമേക്ക് ചെയ്തിട്ട് പോയിട്ടുള്ള സിനിമകൾ അവിടെ എത്തുമ്പോൾ സ്വല്പം ഓവർ ദ ടോപ്പ് ആകാറുണ്ട്. ഞാൻ റീമേക്കുകളെ കുറിച്ചൊക്കെ പറയാൻ കാരണം ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു പരിധിവരെ പ്രേമലു തമിഴിലെടുത്താൽ ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാകും എന്നെനിക്ക് തോന്നി. സച്ചിന്റെ യാത്രയിലെ ഓരോരോ സംഭവങ്ങൾ കണ്ട് നമ്മൾ ചിരിച്ചതുപോലെ തന്നെയാണ് ഇവിടെ പ്രഭുവിന്റെ പ്രണയത്തിലെ ഓരോരോ കാര്യങ്ങൾ കണ്ട് നമ്മൾ ചിരിക്കുന്നത്. ഡയലോഗുകളിലെ മച്ചാവിളിയും ഡേ വിളിയും ഒക്കെ ചില സ്ഥലങ്ങളിൽ വളരെ കൂടുതലാണ്. എന്നാൽ ഈ സിനിമ തന്നെ ഈ കഥാപാത്രങ്ങളെ അത്ര സീരിയസ് ആയി കാണാത്തതുകൊണ്ട് ഈ കഥാപാത്രങ്ങളുടെ കാട്ടിക്കൂട്ടലുകളുടെ ഒരു ഫൺ സൈഡ് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഒന്നിനെപ്പറ്റിയും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഇപ്പോഴത്തെ ടീനേജ് പിള്ളേരുടെ മൈൻഡ് സെറ്റ് എക്സ്പ്ലോർ ചെയ്യുകയാണ് ഒരർത്ഥത്തിൽ ധനുഷ്. നമ്മൾക്ക് അങ്ങനെ എളുപ്പത്തിൽ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത തരം റൊമാൻറ്റിക് പെയറിങ്ങുകളാണ് ഈ സിനിമയിലുള്ളത്. പണ്ടത്തെ കാലത്തെ സിനിമകളെ പോലെ ഒരു ത്രികോണ പ്രണയം ഉണ്ടാക്കിയിട്ട് അതിനെ സേഫ് ആക്കി ചെയ്യുന്ന പരിപാടി ഇവിടെയില്ല. ഇന്ന കഥാപാത്രത്തിന് ഇന്ന കഥാപാത്രത്തോട് ഇഷ്ടം തോന്നിയാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാമെന്ന മട്ടിലാണ് ധനുഷ് ആ ഭാഗങ്ങൾ എഴുതിയിട്ടുള്ളത്. ഡയലോഗിന്റെ അമിത ഉപയോഗവും എല്ലാം ഡയലോഗുകളിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുന്നതും പല സ്ഥലത്തും ഒരു കല്ലുകടിയാണ്. പക്ഷേ ഇതേ രീതി ചില സീനുകളെ, പ്രത്യേകിച്ച് ക്ലൈമാക്സിനോട് അടുത്ത് പ്രധാനപ്പെട്ട 3 മെയിൽ ക്യാരക്ടേഴ്സ് ഉള്ള ശ്രേയ ആരാണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സീനൊക്കെ നല്ല കോമഡി ആക്കുന്നുണ്ട്. പടത്തിന്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോൾ പാട്ടുകളിലൊക്കെയുള്ള കളർ ചോയ്സുകളും പാർട്ടി സീനുകളുടെ അതിപ്രസരവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ വളരെ വൈഡ് ആയിട്ടുള്ള ആസ്പെക്ട് റേഷ്യോ ധനുഷ് ഈ സിനിമയ്ക്ക് ഉപയോഗിച്ചതിന്റെ യുക്തി മനസ്സിലാവുന്നില്ല. സിനിമയുടെ ഋതത്തിന് മാച്ച് ആകുന്ന വൈബ് പാട്ടുകളാണുള്ളത്. അതിൽ ഗോൾഡൻ സ്പാരോ ഓൾറെഡി വലിയൊരു ഹിറ്റാണ്. നവാഗതനായ പവീഷ് നാരായൺ പ്രഭുവിന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നു. വൾണറബിലിറ്റി ഒളിപ്പിച്ചു വെക്കുന്ന കാമുകന്റെ റോൾ നല്ല രീതിയിൽ തന്നെ പവിഷ അവതരിപ്പിച്ചിട്ടുണ്ട്. അനിഖ സുരേന്ദ്രനാണ് നിള എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. ആദ്യ പകുതിയിൽ വരുന്ന റൊമാൻറ്റിക് പോർഷൻസ് അനിഖ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിലും രണ്ടാം പകുതിയിൽ വരുന്ന ഇമോഷണൽ സീനുകൾ നല്ല രീതിയിൽ പാളുന്നുണ്ട്. മാത്യു തോമസിന്റെ ശബ്ദം നമ്മൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയതുകൊണ്ട് തുടക്കത്തിൽ മാത്യുവിനെ ഈ ഒരു ശബ്ദത്തിൽ സങ്കല്പിക്കുന്നത് സ്വല്പം ബുദ്ധിമുട്ടാണ്. പക്ഷേ ഡബ് ചെയ്തിട്ടുള്ള വ്യക്തി നല്ലൊരു വർക്കാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. രണ്ടാം പകുതിയിലേക്കൊക്കെ വരുമ്പോൾ മാത്യു ഉള്ള ഒരുപാട് സീനുകൾ നമ്മളെ നല്ല രീതിയിൽ ചിരിപ്പിക്കുന്നുണ്ട്. പ്രിയ പ്രകാശ് വാര്യർ അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രത്തിന് അധികമൊന്നും സ്ക്രീൻ ടൈം ഇല്ല. ഇതിന് അനൗൺസ് ചെയ്തിട്ടുള്ള സീക്വൽ വരികയാണെങ്കിൽ അതിൽ ഈ കഥാപാത്രത്തിന് ഒരു നല്ല സ്പേസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വെങ്കടേഷ് മേനോൻ, റബിയ ഖട്ടൂൺ, രമ്യ രംഗനാഥൻ എന്നിവരാണ് മറ്റ് കഥാപാത്രങ്ങൾ. ഇവർക്കൊപ്പം ശരത് കുമാർ, ശരണ്യ പൊന്മണ്ണൻ, ആടുകളം നരൻ എന്നീ സീനിയർ താരങ്ങളും ഈ സിനിമയിൽ വന്നു പോകുന്നുണ്ട്. ഒരു സൈൻ വേവ് പോലെ പോകുന്ന ഒരു ഗ്രാഫാണ് നിലവുക്ക് എന്മേൽ എന്നടി കോപം എന്ന സിനിമയ്ക്കുള്ളത്. ക്ലീഷേ പരിപാടികൾ സിനിമയെ പുറകോട്ട് വലിക്കുമ്പോൾ ഒരു സ്പൂഫ് സ്വഭാവത്തിൽ കഥാപാത്രങ്ങളുടെ റൊമാൻസിനെയും തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവിനെയും കളിയാക്കുന്ന തമാശ പടത്തിനൊരു ജീവൻ കൊടുക്കുന്നുണ്ട്. ആദ്യം വരുന്ന പാട്ട് മാറ്റി നിർത്തിയാൽ 131 മിനിറ്റ് നീളമുള്ള ഈ സിനിമയിൽ പടത്തിനൊട്ടും ആവശ്യമില്ലാത്ത സീനുകളൊന്നും കുത്തി നിറയ്ക്കാൻ നിന്നിട്ടില്ല. രണ്ടാം ഭാഗത്തിന്റെ അനൗൺസ്മെന്റ് അവസാനം കാണുമ്പോൾ നമ്മളിൽ വലിയ ആവേശമൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിലും കണ്ടിരിക്കാവുന്ന ഒരു ടീനേജ് കോമഡിയാണ് നിലവുക്ക് എന്മേൽ എന്നടി കോപം എന്ന ഈ ധനുഷ് ചിത്രം. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്